ത്രിയേക ദൈവത്തിന് മഹത്വം. വാട്ടർ സോ ഇറ്റ്സ് ക്രിയേറ്റർ ആൻഡ് ഇറ്റ് ബ്ലഷ്ഡ്. വെള്ളം സൃഷ്ടാവിനെ കണ്ടു, രൂപാന്തരപ്പെട്ടു. കുത്തിനെ ഞായറാഴ്ച വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, നോമ്പ് ആരംഭിക്കുന്ന ഞായറാഴ്ച വായിച്ചു കേൾക്കുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവും മാതാവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടവരും എല്ലാവരുമായി സംഗമിക്കുന്ന മനോഹരമായ മുഹൂർത്തം. 1-2 ചെറിയ ചിന്തകൾ മാത്രം ഈ സമയം പങ്കിടട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന വെള്ളം, ആ വെള്ളത്തിന് പരിവർത്തനം സംഭവിച്ച് അത് വീഞ്ഞായിട്ട് മാറുന്നു. സയൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി, സാന്ദ്രത കുറവാണ് വീഞ്ഞിന്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെള്ളം ചെന്നു. ആ വെള്ളം കർത്താവിൻ്റെ കരസ്പർശനത്താൽ വീഞ്ഞായി മാറി. അതിൻ്റെ സാന്ദ്രത കുറയുകയാണ്. മനുഷ്യജീവിതവും ഈ വിധമാകണം പ്രിയപ്പെട്ടവരെ. ദൈവ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കപ്പെടുമ്പോൾ, സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മിലുള്ള സാന്ദ്രതകൾ, നമ്മിലുള്ള ഖനാവസ്ഥകൾ എല്ലാം കുറഞ്ഞു വരണം. മാനസികമായി, ആത്മീകമായി സംഭവിച്ച ചില ഉറക്കങ്ങളുണ്ട്, ചില മൗനങ്ങളുണ്ട്, ചില നിശബ്ദതകളുണ്ട്, ചില നിസ്സംഗതകളുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മയുടെ ചില വ്യാപാരങ്ങളുണ്ട്. ഇവയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ക്രിസ്തുവിൻ്റെ കയ്യിലെ വീഞ്ഞായി നമുക്ക് മാറാം. 2, വെള്ളത്തിന് നിറഭേദം സംഭവിച്ച് വെള്ളം വീഞ്ഞെന്ന മനോഹരമായ നിറത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ബൗദ്ധികമായി നാം ഒക്കെ അണിഞ്ഞിരിക്കുന്ന ചില മുഖംമൂടികളുണ്ട്. കാപട്യത്തിൻ്റെ, വക്രതയുടെ, അനീതിയുടെ മുഖംമൂടികൾ വലിച്ചെറിഞ്ഞ് വിശുദ്ധിയുടെ, ക്രിയാത്മകതയുടെ, സ്നേഹത്തിൻ്റെ നല്ല ഭാവത്തെ ധരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലെ വെള്ളം വീഞ്ഞായി പരിവർത്തനം ചെയ്തതിൻ്റെ ഭാവത്തിൻ്റെ ഭേദം നമ്മിലുണ്ടാവുക. ആന്തരിക മനുഷ്യൻ വിശുദ്ധനാകുന്നതൊപ്പം ബാഹ്യ മനുഷ്യനും വിശുദ്ധിയിലേക്ക് വളരണമെന്നാണല്ലോ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാമ്പാക്കുട നമസ്കാരത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എൻ്റെ ശരീരത്തിന് തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. നമ്മുടെ ഭാവത്തിലുള്ള വിശുദ്ധി നമുക്ക് ഉണ്ടാവണം. 3, വീഞ്ഞിൻ്റെ മനോഹരമായ ഒരു പ്രത്യേകതയാണ്, വീഞ്ഞ് പഴകുന്തോറും അതിൻ്റെ വീര്യം കൂടും. പഴകുന്തോറും വീര്യം കൂടുന്നതാണ് വീഞ്ഞിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്ന് ചോദിക്കാം, നമ്മുടെ ആത്മീയ ജീവിതത്തോടും ഭൗതിക ജീവിതത്തോടും, ദൈവത്തോട് ഓരോ ദിവസവും ഓരോ നാഴി കഴിയുമ്പോഴും നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എത്രമാത്രം വിശുദ്ധമായ വീര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 2, സമസൃഷ്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിത ബന്ധങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ബന്ധങ്ങളുടെ നല്ല വീര്യം എത്രമാത്രം ഉണ്ടാകുന്നുണ്ട്. പഴകുന്തോറും ബന്ധങ്ങൾ അടുക്കുന്നുവോ അതോ പഴകുന്തോറും ബന്ധങ്ങൾ അകലുന്നോ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. ഇവിടെ വീഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഓരോ ദിവസം കഴിയും തോറും വീഞ്ഞിൻ്റെ വീര്യം കൂടും. ദൈവത്തോടടുക്കുന്ന മനുഷ്യൻ്റെ വീര്യം ദൈവാത്മാവിൽ കൂടണം. 2, സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന് അവൻ്റെ ബന്ധങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അവൻ്റെ ബന്ധങ്ങളിൽ വിശുദ്ധമായ വീര്യങ്ങൾ കൂടുമ്പോഴാണ് ഈ വീഞ്ഞിൻ്റെ സ്വഭാവം നമ്മിൽ കാണുക. അവസാനമായി വീഞ്ഞ് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു സന്ദേശമാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം, വീഞ്ഞ് ഔഷധമാണ്. വീഞ്ഞ് സൗഖ്യത്തിൻ്റെ കാരണമായിട്ട് മാറുകയാണ്. മറ്റുള്ളവർക്ക് സൗഖ്യമായി തീരുന്ന ഒരു മനുഷ്യനായി നമുക്ക് തീരുവാൻ ഈ വീഞ്ഞിനെ പോലെ ഒന്നായിക്കൂടായോ? ഇതൊരു ചോദ്യമാണ്. ദൈവാത്മാവിൻ്റെ നിലങ്ങളായിട്ടാണ് മനുഷ്യനെ വേദപുസ്തകം മനോഹരമായി ചിത്രീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളത്, ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് അറിവുള്ളതാണല്ലോ. പ്രിയപ്പെട്ടവരെ, വീഞ്ഞ് പഠിപ്പിക്കുന്ന പാഠവും അതുതന്നെയാണ്. വീഞ്ഞ് സൗഖ്യമായിട്ട് മാറുന്നു.
സ്നേഹം കൊണ്ട്, ദയ കൊണ്ട്, പരോപകാരം കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, ആത്മീകമായ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ച് അനേക ജീവിതങ്ങൾക്ക് സൗഖ്യമായി തീരുവാൻ നമ്മൾ ആയിത്തീരണം. പ്രത്യേകിച്ച് ഒരു തണൽ മരങ്ങളായി തീരുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ട് നാം അർത്ഥമാക്കേണ്ടത്. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി മാറിയ മനോഹരമായ പ്രതിഭാസം നമ്മുടെ ജീവിതങ്ങളുടെ ഭൗതികവും ആത്മീകമായ വശങ്ങളെ സ്വാധീനിക്കട്ടെ. അവസാനമായിട്ടൊരു വാക്ക്, അമ്മ മറിയത്തിൻ്റെ സാന്നിധ്യം കാനാവിലെ കല്യാണത്തിന് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടെന്നാൽ അമ്മ മാത്രമാണ് മനസ്സിലാക്കിയത് അവിടെ ഒരു കുറവുണ്ട്. അമ്മ മാത്രം അറിഞ്ഞു അവിടെ ഒരു കുറവുണ്ട്. അത് പരസ്യപ്പെടുത്തിയില്ല, നമ്മെപ്പോലെ കൊട്ടിഘോഷിച്ചില്ല. മറിച്ച് ആ കുറവ് പറയേണ്ട ആളോട് പറഞ്ഞ് ആ കുറവ് നിറവാക്കി തീർത്തു. അമ്മയുടെ മധ്യസ്ഥതയും അനുഗ്രഹമാവട്ടെ. ഈ വലിയ നോമ്പ് ഏറെ പരിവർത്തനത്തിൻ്റെ ദിവസങ്ങളായി മാറുവാൻ ദൈവമുമ്പാകെ അപേക്ഷിക്കാം. നന്ദി.